ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അവിയൽ നമ്മൾ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. തൈര് ചേർത്തിട്ടും തൈര് ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് തൈര് ചേർക്കാതെയുള്ള അവിയലാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോന് അവിയലിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾ ചേന, അതുപോലെ തന്നെ പൊട്ടാറ്റോ, ബീൻസ്, പയർ, കുമ്പളങ്ങ, വെള്ളരി, ക്യാരറ്റ്, മുരിങ്ങാക്കോല്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മത്തങ്ങ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്ര വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൺചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിക്കുക. നല്ലൊരു ഫ്ലേവറാണ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ഓയിൽ ഒഴിക്കരുത്. വെളിച്ചെണ്ണ തന്നെ ഈ ഒരു ഡിഷിനെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വാഴയില വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. ഈ വെജിറ്റബിളിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഈ ഒരു വെജിറ്റബിൾ വേവാനുള്ള വെള്ളം ഈ ഒരു ഇതിൽ തന്നെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. വെറും 5 മിനിറ്റ് മാത്രം മതി. 5 മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ട് വേവില്ല, പക്ഷേ എന്നാലും വെജിറ്റബിൾ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മൂടി വെച്ചിട്ടും നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വേവട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി എല്ലാം എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ടില്ല, വെജിറ്റബിളിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വെജിറ്റബിളൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ചും കൂടെ വേവ് ആവശ്യമായിട്ട് വരുന്നത് ഈ മുരിങ്ങാക്കോലും അതുപോലെ തന്നെ പൊട്ടാറ്റോ, ചേന, ഇതിനൊക്കെയാണ് കുറച്ചും കൂടെ വേവ് ആവശ്യമായിട്ട് വരുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്തി കൊടുക്കുക. അപ്പോൾ ചിലർ തൈര് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മാങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് ചേർത്താവുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ ചേർക്കുന്നത് പുളിയാണ്. അപ്പോൾ അധികം പുളിയെ ആവശ്യമില്ല, ചെറിയൊരു പീസ് പുളിയേ ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, പുളി പിഴിയുമ്പോൾ അധികം വെള്ളത്തിൽ പുളി പിഴിയരുത്. നമ്മളെ വെജിറ്റബിളൊക്കെ ഓൾമോസ്റ്റ് ആയിക്കണം. അപ്പോൾ ഇനി അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ അതിൽ ആ വെള്ളം വറ്റുന്ന വരെ വേവിച്ച് കഴിഞ്ഞാൽ ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ അധികം ഉടയരുത്. നമ്മൾ ഈ അവിയലത്തെ പീസുകൾ അധികം ഉടയാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ വേവിക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഴയില വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തി കൊടുത്താൽ മതി. പിന്നെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വെളുത്തുള്ളി, വലിയതാണ് അതൊരു പീസ് എടുത്തിട്ടുണ്ട്. ചെറിയതാണെന്നുണ്ടെങ്കിൽ 2 പീസ്, അതിൽ കൂടുതൽ വേണമെന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ആക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അധികം പേസ്റ്റായി പോകരുത്. അപ്പോൾ ഈ കറിവേപ്പിലയും ഉള്ളികളും അതുപോലെ തന്നെ ജീരകവും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചതക്കിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ചതങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്തി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങനെ നുറുങ്ങാനേ പാടുള്ളൂ, അധികം അരയാൻ പാടില്ല. ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അധികം പേസ്റ്റ് പോലെ ആക്കരുത്, വെള്ളം ചേർക്കാതെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് കൈ വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും തേങ്ങ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക.
പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മഞ്ഞ കളർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഞാൻ കുറച്ച് വെജിറ്റബിൾസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൽ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മഞ്ഞ കളർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വെജിറ്റബിളൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വറ്റി പുളിയൊക്കെ നന്നായിട്ട് എല്ലാ വെജിറ്റബിളും നന്നായിട്ട് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിളൊന്നും വെന്ത് ഉടഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ അധികം വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പീസായിട്ട് തന്നെ കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടയും. നിങ്ങൾ വെള്ളം കൂടുതൽ ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പാക്കാം. ചെറിയൊരു സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിൻ്റെ കൂടെ ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ തേങ്ങ വെജിറ്റബിൾ മിക്സ് ആക്കാതെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു വെജിറ്റബിളിൽ നിന്ന് ആവി കയറിയിട്ട് ആ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അതിനായിട്ട് നമുക്കൊന്ന് ഈ ഒരു വാഴയില വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ വാഴയില നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ മൂടി ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഇല ഒന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഈ വെജിറ്റബിളിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി കയറി ഈ തേങ്ങ ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ വെജിറ്റബിളും തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് പതുക്കെ ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിളൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി ലീവ്സും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ആവി കയറും. നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിൾ ഈ തേങ്ങയുടെയും ഉള്ളിയുടെയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കുറച്ച് വെറ്റായിട്ടൊക്കെ ഇരിക്കുന്ന അവിയലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പുളിക്ക് പകരം നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്